മഴ പെയ്യുന്ന ഒരു രാത്രിയായിരുന്നു. കാറ്റ് കത്തിയൊഴുകി. ഗ്രാമം മുഴുവൻ ഭീതിയുടെ നിഴലിൽ. അപ്പോൾ ചെറുദീപത്തിന്റെ പ്രകാശത്തിൽ കടമറ്റത്ത് കത്തനാർ ശാന്തമായി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഗ്രാമവാസികൾ ഭയന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കെത്തി. "അച്ഛാ, പഴയ വടക്കേക്കാട്ടിൽ വീണ്ടും പ്രേതത്തെ കണ്ടു," ഒരാൾ വിറച്ചു പറഞ്ഞു. കത്തനാർ കണ്ണുകൾ തുറന്നു. അവയിൽ ഭയമില്ലായിരുന്നു, ധൈര്യം മാത്രം. "ഭയപ്പെടേണ്ട, സത്യമുണ്ടെങ്കിൽ അത് മറയില്ല," അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അദ്ദേഹം തന്റെ ക്രൂശും പ്രാർത്ഥനാപുസ്തകവും എടുത്തു. മഴയും കാറ്റും അവഗണിച്ച് കത്തനാർ കാട്ടിലേക്ക് നടന്നു. കാട്ടിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു ഭീകര ശബ്ദം മുഴങ്ങി. മരങ്ങൾ കുലുങ്ങി. ഒരന്ധകാരം കത്തനാരെ ചുറ്റിപ്പറ്റി. "നീ ആരാണ്?" കത്തനാർ ചോദിച്ചു. ഒരു ഭീകരരൂപം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. "ഇവിടം എന്റേതാണ്," അത് ശബ്ദമുയർത്തി. കത്തനാർ ചിരിച്ചു. "ദൈവത്തിന്റെ സൃഷ്ടിയിൽ ആരുടെയും അവകാശമില്ല." അദ്ദേഹം പ്രാർത്ഥിച്ചു തുടങ്ങി. ഓരോ വാക്കും ശക്തിയായി വായുവിൽ നിറഞ്ഞു. ആ പ്രേതം വേദനിച്ചു നിലവിളിച്ചു. "നിർത്തൂ," അതപേക്ഷിച്ചു. "നീ ഈ പാവങ്ങളെ വിടുമോ?" കത്തനാർ ചോദിച്ചു. "വിടും," പ്രേതം ക്ഷീണത്തോടെ പറഞ്ഞു. അപ്പോൾ കത്തനാർ തന്റെ ക്രൂശുയർത്തി. ഒരു പ്രകാശം മുഴുവൻ കാട്ടിൽ നിറഞ്ഞു. പ്രേതം അപ്രത്യക്ഷമായി. പ്രഭാതത്തിൽ ഗ്രാമവാസികൾ കത്തനാരെ കണ്ടു. കാടു വീണ്ടും ശാന്തമായിരുന്നു. "ഭയമല്ല, വിശ്വാസമാണ് ശക്തി," അദ്ദേഹം പറഞ്ഞു. ആ ദിവസത്തിനുശേഷം ആ ഗ്രാമത്തിൽ ഭയമില്ലാതെയായി. കടമറ്റത്ത് കത്തനാർ വീണ്ടും ഒരത്ഭുതം തെളിയിച്ചു.